കത്തോലിക്ക സഭാ മുഖപത്രമായി ദീപികയ്ക്കെതിരെ ഷോൺ ജോർജും പ്രതികരിച്ചു. ഇന്ന് സഭാ മുഖപത്രം എന്ന പേരുപയോഗിച്ച് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. FCR വിഷയത്തിൽ സഭാ നേതാക്കൾ ആശങ്ക പറഞ്ഞപ്പോൾ BJP അതിൽ ഇടപെട്ടിരുന്നു. ദീപികയ്ക്കെതിരെ സഭാ ബിഷപ്പുമാർക്ക് പരാതി നൽകും. ഇന്നലെ പത്രമെടുത്ത് ഞങ്ങളോട് അമിത് ഷാ ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയുമെന്നും ഷോൺ ജോർജിന്റെ ചോദ്യം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചില വിമർശനങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെയും ദീപികയ്ക്കുമെതിരെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് പ്രതികരണം? ഇത് വളച്ചൊടിച്ച് സഭയ്ക്കെതിരെ ആക്കാൻ, സഭയെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ അല്ലേ, സഭയല്ല ദീപികയ്ക്കെതിരെ തന്നെ പറഞ്ഞത്. അപ്പം ദീപിക പറയാൻ സഭയുടെ മുഖപത്രമാണ് ദീപിക എന്ന് പറയുന്നത്. ദീപിക സഭയുടെ മുഖപത്രമല്ല. കാരണം ദീപിക അത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്, അവരുടെ കൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരസ്യം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇലക്ഷൻ്റെ തലേദിവസം ഞാനൊരു കാര്യമുണ്ട്, FCR വിഷയം ഉണ്ടായപ്പോൾ സഭ ആകുലത അറിയിച്ചതിൻ്റെ പുറകെ കൃത്യമായി അതിനകത്ത് ഇടപെടാനും അതിന് പരിഹാരമുണ്ടാക്കി ചർച്ചയ്ക്ക് വേദി ഒരുക്കാനും ഞങ്ങൾ കഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ ആ ബില്ല് മാറ്റിവെച്ചു. അപ്പം കൃത്യമായ ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി പെരുമാറുമ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരാ ഞങ്ങൾക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇത് ഏതൊക്കെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏതൊക്കെ സർക്കാരിൻ്റെ പരസ്യം ദീപിക കൈപ്പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ ദീപിക വാർത്തകൾ നൽകി BJPയും താങ്കളെയും ഉപദ്രവിച്ചു എന്നാണോ? എന്നെ ഒന്നും ദീപിക ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. അത് പൊതുവായിട്ട് BJP ഉപദ്രവിക്കുമ്പോൾ എന്നെ ബാധകമാണല്ലോ. പക്ഷേ അതൊന്നും പാലായി ബാധകമൊന്നുമല്ല, ബാധകമാകുകയില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ കാത്തിരുന്നത് ഒന്നുമില്ല. ഇന്നലത്തെ ഇലക്ഷൻ്റെ ദിവസത്തെ ഫ്രണ്ട് പേജ് വാർത്ത അത് സംസാരിക്കാൻ നിങ്ങളെന്ന് ആരും ഇന്നലെ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇന്നലെ പറഞ്ഞാലും ഇന്നലെ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇത് പിതാക്കന്മാരെ എല്ലാവരെയും എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ സഭയുടെ മുഖമായി നിൽക്കുന്ന ആളുകളാണ്, സഭയ്ക്ക് വേണ്ടി ഈ പാർട്ടിക്കുള്ളിൽ ശബ്ദിക്കുന്നവരാണ് നമ്മൾ. സഭ ഏത് ആകുലത പറഞ്ഞാലും അതിനെല്ലാം പുറകെ പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ പാർട്ടിയിൽ പോയി പറയുമ്പോൾ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, പക്ഷേ സഭ ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് പറയും? ഞങ്ങൾക്ക് ഉത്തരം മുട്ടില്ലേ? ഇന്നലത്തെ പത്രം എടുത്ത് അമിത്ഷാജി വെച്ച് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ഉത്തരം പറയുന്നത്? നിങ്ങൾ പറഞ്ഞ അനുസരിച്ചല്ലേ FCR മാറ്റി വെച്ചത്, എന്നിട്ട് ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? ഇന്നലത്തെ പത്രത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇന്നലത്തെ പത്രം എന്ന് മാത്രമല്ല, കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഇന്നലെ ഫ്രണ്ട് പേജായിരുന്നു. പോട്ടെ, ഇന്നതെന്ന് പറയുന്നില്ല. ഏതൊക്കെ രീതി BJP മോശമാക്കാവും അങ്ങനെയെല്ലാം മോശമാക്കി. അതെ, പക്ഷേ ഈ പരിപാടി നിഷ്പക്ഷമായിട്ട് നിൽക്കണം. സഭയുടെ മുഖപത്രമാണെങ്കിൽ സഭയുടെ നിലപാടായിരിക്കണം. ഇത് സഭയുടെ നിലപാടല്ല, ഇത് അതിനകത്ത് കയറിയ ആളുകളുടെ നിലപാടാണ്. അത് വേണ്ട. അനന്തു സുരേഷിനോടൊപ്പം പാലായിൽ നിന്നും ജോസി ബാബു, മീഡിയ.